ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 11-ാം തിരുവചനത്തിലൂടെ ഒരു വലിയ കാര്യം നമ്മോട് ആവശ്യപ്പെടുന്നു. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഇങ്ങനെ ജ്വലിച്ച ഒരു വിശുദ്ധന്റെ ജീവിതത്തിലേക്ക് കടന്നെയല്ല ജൂലൈ 11 വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാൾ ദിനം. ഇറ്റലിയിൽ ജനിച്ചു, റോമിൽ വിദ്യാഭ്യാസം. എന്നാൽ യുവാക്കളുടെ സുഖലോലുപതയിൽ മനം മടുത്ത് 3 വർഷമാണ് അദ്ദേഹം ഗുഹയിൽ താമസിച്ചത്. റൊമാനൂസ് എന്നൊരു സന്യാസി ഭക്ഷണവും വസ്ത്രവും ഏൽപ്പിച്ചു കൊടുത്തു. സ്നേഹമുള്ളവരെ, അദ്ദേഹം പിന്നീട് 12 ബെനഡിക്റ്റൻ ആശ്രമങ്ങൾ സ്ഥാപിച്ചു. 24 മാർപ്പാപ്പമാരെയും 4600 മെത്രാന്മാരെയും 5000 വിശുദ്ധരെയും ഈ സഭ പ്രദാനം ചെയ്തു. മരിക്കുന്നതിന് 6 ദിവസം മുമ്പ് അദ്ദേഹം ആവശ്യപ്പെട്ടു തന്റെ കല്ലറ തുറക്കാൻ. 6-ാം ദിവസം വീണ്ടും ആവശ്യപ്പെട്ടു തന്നെ ദേവാലയത്തിൽ എത്തിക്കുക. ഒരു സന്യാസിയുടെ ദേഹത്ത് ചാരിയിരുന്നു കൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. തുടർന്ന് മരണം. നമ്മുടെ ജീവിതവും ജ്വലിക്കുന്നുണ്ടോ? തീഷ്ണത കുറഞ്ഞു പോയോ? ഒന്ന് ഉണരണ്ടേ? ഈ സന്ദേശം അതിന് സഹായിക്കട്ടെ. യേശുവിന്റെ വലിയ അനുഗ്രഹവും പരിശുദ്ധമ്മയുടെ സംരക്ഷണവും എല്ലാവർക്കും ലഭിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.